ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ നമ്മളെക്കാൾ ഒരു പടി മുകളിലായിരിക്കും ചില സാഹചര്യങ്ങളിലെങ്കിലും. അപ്പോൾ അവരുമായിട്ട് നമ്മളൊന്ന് പിടിച്ച് നിൽക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ ഒരു പിടിവള്ളി വേണം, അല്ലേ? നമ്മളും കുറച്ചൊക്കെ ഇംഗ്ലീഷ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെഡിയായിട്ട് ഇരിക്കണം എപ്പോഴും. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? അത്യാവശ്യം കുറച്ച് വേർഡ്സ് വേണം, അതേപോലെ കുറച്ച് സെൻറ്റൻസസ് വേണം. ചില കാര്യങ്ങളെങ്കിലും നമുക്ക് അവരോട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നീ വരണം. നീ വരണം എങ്ങനെ പറയാം? നീ വരണം. യു ഷുഡ് കം. യു ഷുഡ് കം. യു ഷുഡ് കം. നീ വരണം. നീ വരണം എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയാണ് പറയുക? യു ഷുഡ് കം. ഇനി എന്നോട് മിണ്ടണ്ട. എന്നോട് മിണ്ടണ്ട. ഇതെങ്ങനെ പറയും? ഡോണ്ട് ടോക്ക് ടു മീ. ഡോണ്ട് ടോക്ക് ടു മീ. എന്നോട് മിണ്ടണ്ട. ഡോണ്ട് ടോക്ക് ടു മീ. ഡോണ്ട് ടോക്ക് ടു മീ. എന്നോട് മിണ്ടണ്ട. ഞാൻ നിന്നോട് മിണ്ടില്ല. ഞാൻ നിന്നോട് മിണ്ടില്ല. ഞാൻ നിന്നോട് മിണ്ടില്ല. ഐ വോണ്ട് ടോക്ക് ടു യു. ഐ വോണ്ട് ടോക്ക് ടു യു. ഞാൻ നിന്നോട് മിണ്ടില്ല. ഐ വോണ്ട് ടോക്ക് ടു യു. ഐ വോണ്ട് ടോക്ക് ടു യു. ഞാൻ നിന്നോട് മിണ്ടില്ല. നീ പോകണ്ട. നീ പോകണ്ട. യു ഡോണ്ട് ഗോ. യു ഡോണ്ട് ഗോ. നീ പോകേണ്ട. യു ഡോണ്ട് ഗോ. യു ഡോണ്ട് ഗോ. നീ പോകേണ്ട. നീ പോകണം. നീ പോകണം. യു ഹാവ് ടു ഗോ. യു ഹാവ് ടു ഗോ. നീ പോകണം. യു ഹാവ് ടു ഗോ. യു ഹാവ് ടു ഗോ. നീ പോകണം. നീ വരുന്നുണ്ടോ? നീ വരുന്നുണ്ടോ? നീ വരുന്നുണ്ടോ? ആർ യു കമ്മിങ്? ആർ യു കമ്മിങ്? നീ വരുന്നുണ്ടോ? ആർ യു കമ്മിങ്? നിനക്കറിയുമോ? നിനക്ക് അറിയുമോ? ഡു യു നോ? ഡു യു നോ? നിനക്ക് അറിയുമോ? ഡു യു നോ? ഇനി അടുത്തത് എനിക്കറിയാം. എനിക്ക് അറിയാം. ഐ നോ. ഐ നോ. എനിക്കറിയാം. ഐ നോ. എനിക്കറിയില്ല. അതെങ്ങനെ പറയാം? എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ. എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ. എനിക്ക് അറിയില്ല. നീ എപ്പോൾ വന്നു? നീ എപ്പോൾ വന്നു? വെൻ ഡിഡ് യു കം? വെൻ ഡിഡ് യു കം? നീ എപ്പോൾ വന്നു? വെൻ ഡിഡ് യു കം? നീ എപ്പോൾ വന്നു? വെൻ ഡിഡ് യു കം? വെൻ ഡിഡ് യു കം? നീ എപ്പോൾ വന്നു? നീ എപ്പോൾ പോകും? നീ എപ്പോൾ പോകും? വെൻ വിൽ യു ഗോ? വെൻ വിൽ യു ഗോ? നീ എപ്പോൾ പോകും? വെൻ വിൽ യു ഗോ? വെൻ വിൽ യു ഗോ? അവൾക്കറിയുമോ? അവൾക്കറിയുമോ? ഡസ് ഷീ നോ? ഡസ് ഷീ നോ? അവൾക്കറിയുമോ? ഡസ് ഷീ നോ? എനിക്ക് വിശപ്പില്ല. എനിക്ക് വിശപ്പില്ല. ഐ എം നോട്ട് ഹംഗ്രി. ഐ എം നോട്ട് ഹംഗ്രി. എനിക്ക് വിശപ്പില്ല. ഐ എം നോട്ട് ഹംഗ്രി. ഇനി നീ പഠിച്ചു കഴിഞ്ഞോ? നീ പഠിച്ചു കഴിഞ്ഞോ? ഹാവ് യു സ്റ്റഡീഡ്? ഹാവ് യു സ്റ്റഡീഡ്? നീ പഠിച്ചു കഴിഞ്ഞോ? നീ പഠിച്ചു കഴിഞ്ഞോ? ഹാവ് യു സ്റ്റഡീഡ്? ഇന്ന് എഴുതാനുണ്ടോ? ഇന്ന് എഴുതാനുണ്ടോ? ഡു യു ഹാവ് ടു റൈറ്റ് ടുഡേ? ഡു യു ഹാവ് ടു റൈറ്റ് ടുഡേ? ഇന്ന് എഴുതാനുണ്ടോ? ഡു യു ഹാവ് ടു റൈറ്റ് ടുഡേ? ഡു യു ഹാവ് ടു റൈറ്റ് ടുഡേ? ഇന്ന് എഴുതാനുണ്ടോ? നീ ഭക്ഷണം കഴിച്ചോ? നീ ഭക്ഷണം കഴിച്ചോ? ഡിഡ് യു ഈറ്റ്? ഡിഡ് യു ഈറ്റ്? നീ ഭക്ഷണം കഴിച്ചോ? ഡിഡ് യു ഈറ്റ്? ഡിഡ് യു ഈറ്റ്? നീ ഭക്ഷണം കഴിച്ചോ? ഇനി നിനക്കെന്തെങ്കിലും വേണോ? നിനക്കെന്തെങ്കിലും വേണോ? ഡു യു വാണ്ട് എനിത്തിങ്? നിനക്കെന്തെങ്കിലും വേണോ? ഡു യു വാണ്ട് എനിത്തിങ്? ഡു യു വാണ്ട് എനിത്തിങ്? നിനക്കെന്തെങ്കിലും വേണോ? ഡു യു വാണ്ട് എനിത്തിങ്? നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് എന്താണ് വേണ്ടത്? വാട്ട് ഡു യു വാണ്ട്? നിനക്ക് എന്താണ് വേണ്ടത്? വാട്ട് ഡു യു വാണ്ട്? വാട്ട് ഡു യു വാണ്ട്? നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് എന്താണ് വേണ്ടത്? വാട്ട് ഡു യു വാണ്ട്? അവൻ എവിടെ പോയി? അവൻ എവിടെ പോയി? Where did he go?
അവൻ എവിടെ പോയി? where did he go? where did he go? അവൻ എവിടെ പോയി? അവൻ എവിടെ പോയി? where did he go? ഇനി അവൾ എവിടെ പോയി എന്നാണെങ്കിലോ? where did she go? where did she go? നെക്സ്റ്റ്, അവർ എപ്പോഴാണ് പോയത്? അവർ എപ്പോഴാണ് പോയത്? when did they go? when did they go? അവർ എപ്പോഴാണ് പോയത്? when did they go? when did they go? സോ നമ്മൾ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസസ് ആയതുകൊണ്ടാണ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്ട് കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് പോയത്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ സെൻറ്റൻസ് ഒക്കെ ഇപ്പം തന്നെ പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. അത്രയും തവണ ഞാനിവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. ഏകദേശം വേർഡ്സും അതിൻ്റെ മീനിങ്ങും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആ വേർഡ്സിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ സെൻറ്റൻസും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇനി നിങ്ങളുടെ കുട്ടികളോട് ചില സാഹചര്യങ്ങളിലെങ്കിലും പറയുമ്പോൾ ഇത്തരം സെൻറ്റൻസുകളും കൂടി ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. ഈ ലൈക്ക് ചെയ്യുന്നവരൊക്കെ എന്തുകൊണ്ടോ, എഴുതാൻ മടി കൊണ്ടോ അല്ലെങ്കിൽ എഴുതണോ വേണ്ടയോ എന്നുള്ള മടി കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റ് ഇടാൻ മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ആരും മറന്നു പോകരുത്. ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു ഐക്കണോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുന്ന എത്ര ലൈക്ക് ഉണ്ടോ അത്രയും കമൻറ്റുകളും ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്ക് ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുത്ത് മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അവരിലേക്കും കൂടി എത്തിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ടേക്ക് കെയർ.